പണ്ട് താരാകാസുരൻ എന്നൊരു ശക്തനായ അസുരനുണ്ടായിരുന്നു. ഇയാൾ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം നേടിയിരുന്നു. ശിവന്റെ പുത്രനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാൻ സാധിക്കില്ല. വരം ലഭിച്ചതോടെ താരാകാസുരൻ അഹങ്കാരിയായി 3 ലോകങ്ങളിലും അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു. ദേവന്മാരെയും ഋഷിമാരെയും അവൻ നിരന്തരം ഉപദ്രവിച്ചു. അവന്റെ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ ദേവന്മാർ ശിവന്റെ സഹായം തേടി. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം കാമദേവൻ ശിവനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചു. പിന്നീട് പാർവതി ദേവി ശിവനെ പതിയായി ലഭിക്കാൻ തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ ശിവനും പാർവതിയും വിവാഹിതരായി. ഇവരുടെ സംഗമത്തിൽ നിന്ന് ദിവ്യനായ ശ്രീ മുരുകൻ ജനിച്ചു. ദേവന്മാരുടെ സൈന്യാധിപനായി മുരുകൻ താരാകാസുരനുമായി യുദ്ധം ചെയ്തു. തന്റെ ദിവ്യമായ വേൽ ഉപയോഗിച്ച് മുരുകൻ താരാകാസുരനെ വധിച്ചു. താരാകാസുരന്റെ മരണത്തോടെ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈ കഥ തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയും ധർമ്മം സംരക്ഷിക്കാനുള്ള ഈശ്വരന്റെ കഴിവിനെയും സൂചിപ്പിക്കുന്നു.